വീണ്ടും ഇന്ത്യക്ക് നാണം കെട്ട തോൽവിട്ടാ. മൂന്നാമത് T20യിലാണ് കേട്ടോ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് നാണം കെട്ട് തോറ്റിരിക്കുന്നത്. ഒരു കൂട്ടം നാണക്കേടിൻ്റെ റെക്കോർഡുകൾ കൊണ്ടാണ് കേട്ടോ ഇന്ത്യ ഈ കളി തോറ്റിരിക്കുന്നത് എന്നോട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കോച്ചിൻ്റെയും സെലക്ടേഴ്സിൻ്റെയും ഈഗോ കൊണ്ട് മാത്രം ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. ഇന്ത്യ ഇത്രയും കാലം പെട്ടിപ്പടുത്ത രാജകീയ പദവി കൂടിയാണ് കേട്ടോ. T20യിലെ വമ്പന്മാരെന്നും രാജാക്കന്മാരെന്നെല്ലാം പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ ടീമിന് അയർലൻഡും ഈ ഇംഗ്ലണ്ടും പരമ്പരയിൽ നിന്നും നഷ്ടമായത് ആ ഒരു പേരുകളും അതേപോലെ തന്നെ നാണക്കേടിൻ്റെ ഒരു കൂട്ടം റെക്കോർഡുകൾ മാത്രമാണ് കേട്ടോ. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് 20 ഓവറിൽ 201 എന്ന നിലയിലെത്തിയിട്ടാണ്. ഇംഗ്ലണ്ടിനായിട്ട് പിൽസാൾട്ടും അതേപോലെ തന്നെ സാം കറൻ്റെയും ബാറ്റിംഗ് മികവിലായിരുന്നു കേട്ടോ 201 ഇത്രയും വലിയൊരു സ്കോറിലെത്തിച്ചത്. പിൽസാൾട്ട് 70 റണ്ണും സാം കറൻ 41 റൺസുമായിരുന്നു എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ബോളേഴ്സ് ഒരു തരത്തിലും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്ക് സമ്മർദ്ദം കൊടുത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇംഗ്ലണ്ടിന് ബോൾ ചെയ്യാൻ കുറച്ച് നെറ്റ് ബോളേഴ്സിന് കിട്ടി എന്ന തരത്തിലായിരുന്നു കേട്ടോ ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, രണ്ടാമത് ബാറ്റിംഗ് ഇറങ്ങിയ 202 റൺസ് എന്ന ലക്ഷ്യവുമായിട്ട് ഇറങ്ങിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് തുടക്കത്തിലെ 2 ഓവർ മാത്രമാണ് കേട്ടോ ആലോചിക്കാനുള്ളത്. ബാക്കിയുള്ള ഓവേഴ്സ് എല്ലാം പേടി സ്വപ്നമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 4 പേര് മാത്രമാണ് കേട്ടോ 2 അക്കം കടന്നത് സ്കോർ ബോർഡിൽ. ബാക്കി എല്ലാവരും ഓരോ അക്കം തിറയ്ക്കുന്നതിന് മുൻപും 0 റണ്ണിനെല്ലാമായിരുന്നു കേട്ടോ ഔട്ടായിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടിയിട്ട് തന്നെ രണ്ടാമത് ഇന്നിങ്സിലും ഇന്ത്യ കാര്യമായിട്ട് ഒന്നും ചെയ്യാതെയായിരുന്നു കേട്ടോ. 76 റൺസിനായിരുന്നു ഇന്ത്യ ഓൾ ഔട്ടായത്. 125 റൺസിൻ്റെ ഭീമമായ തോൽവിയായിരുന്നു കേട്ടോ തോറ്റിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ 5 മത്സരങ്ങൾ തുടരെ ജയമില്ലാതെ പോകുന്നതും അതേപോലെ തന്നെ 2 പരമ്പരകളാണ് ശരിക്കും ഇന്ത്യക്ക് ആയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുന്നതും അതേപോലെ തന്നെ അയർലൻഡിനെ പോലെയുള്ളൊരു ടീമിനോട് കൂടിയിട്ട് പരമ്പര തന്നെ തോൽക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സഞ്ജുവിനെ ഇനി എങ്ങനെ ഏഷ്യൻ ഗെയിംസിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ സീനിയർ പ്ലെയേഴ്സിനെ എങ്ങനെ ഒതുക്കി നിർത്തണം, ഭുവനേശ്വർ കുമാറിനെ പോലെയുള്ള ബൗളേഴ്സിനെ എങ്ങനെ ടീമിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കണം എന്നുള്ള ചർച്ചകൾ വരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എല്ലാ ക്രിക്കറ്റ് ആരാധകരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗാർക്കറിൻ്റെയും അതേപോലെ തന്നെ ഗംഭീറിൻ്റെയും പ്രസ് മീറ്റ് തന്നെയാണ് കേട്ടോ. അവർ ഈ ഒരു തോൽവിക്കെല്ലാം കാരണം എന്താണ് പറയാൻ പോകുന്നത് എന്നും അവർ ന്യായീകരിക്കാൻ പോകുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നായിരിക്കും കേട്ടോ ഇനി അടുത്തത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.